ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു EV കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം യൂസ് ചെയ്യാതെ ഇതിനെക്കുറിച്ച് കുറ്റം പറയാനും പാടില്ല, നല്ലത് പറയാനും പാടില്ല. ഫസ്റ്റ് തന്നെ അതിൻ്റെ പവർ, നല്ല പവർ തരും. നല്ല പവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തിങ്ക് ചെയ്യുന്നതിലപ്പുറം നമുക്ക് പവറൊക്കെ തരുന്നുണ്ട്. ബട്ട് അതിനൊരു ഫീൽ തരില്ല. എന്താ പറയുക, നമുക്കൊരു വണ്ടി ഓടിക്കുന്നൊരു അഡ്രിനാലിൻ റഷ് ഒന്നും കിട്ടുന്നില്ല. അത് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇങ്ങനത്തെ രീതിയിലുള്ള ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സർവീസ് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് എനിക്കിപ്പം ആ കാറിന് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വന്നു. അറൗണ്ട് നിയർ ടു 2000 ദിർഹംസ് എനിക്ക് ചിലവായി. മെയിൻ്റനൻസ് പാർട്ടും ഉണ്ട്. റീസെൻ്റ്ലി ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. ആ ക്രാഷുള്ള സമയത്ത് ഞാനായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പം ഏകദേശം 1.5 മന്ത് എടുത്തു ആ വണ്ടി എനിക്ക് തിരിച്ച് കിട്ടാൻ. പാർട്സ് അവൈലബിലിറ്റി ഇല്ല, പാർട്സ് പുറത്തുനിന്ന് വന്നിട്ട് വേണം എന്നുള്ള അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് എമൗണ്ട് എപ്പോഴും ഹൈ ആയിരിക്കും, എസ്പെഷ്യലി ഇൻ UAE കേട്ടോ. നാട്ടിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, UAE കാര്യം ഞാൻ പറഞ്ഞത്. അത് ചൈനീസ് കാറിനും ബാധിക്കാറുണ്ട്, EV കാർസിനെയും ബാധിക്കാറുണ്ട്. സ്പെഷ്യലി ഇമ്പോർട്ടഡ് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാധിക്കും. കാരണം ഒരു 4000 ആ റേഞ്ചിലൊക്കെ എങ്ങനെയായാലും ഇൻഷുറൻസ് എമൗണ്ട് വരും. എങ്ങനെയുള്ളവർ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു 2-3-4 കാറുണ്ട്, എന്നാൽ ഒരു രസത്തിന് നമുക്കൊരു EV എടുക്കാം. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാനും അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഒന്ന് പോയി വരുന്ന ഒരു പ്ലാൻഡ് ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീൻസ് ട്രിപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പം വേണമെങ്കിലും പ്ലാൻ മാറാം എന്നുള്ളൊരു ട്രിപ്പിന് നമുക്ക് ഒരിക്കലും ഈ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റൂല. കാരണം ഇത് പ്ലഗ് ഇൻ ചെയ്യണം, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പോർട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആണ്. കാര്യങ്ങളൊന്നും കൂടി സ്മൂത്താണ് എന്തിന് പെട്രോൾ കാരണം നോർമൽ കാർസിൻ്റെ കാര്യത്തിൽ. സോ ഇനി എന്തെങ്കിലും ഒപ്പീനിയൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചൈനീസ് കാറിനെയും കുറിച്ച് പറയുന്നുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാരണം അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. കാരണം UAE അത്രയും ചൈനീസ് കാർസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു.